ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മുടെ പ്രത്യേക പഠന പരമ്പര റോമാലേഖനത്തിൽ നിന്നുള്ളതാണ്. റോമാലേഖനത്തിൽ നിന്നുള്ള പഠന പരമ്പരയുടെ 23ാമത്തെ അവതരണത്തിലാണ് നാം എത്തി നിൽക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് വളരെ വ്യക്തമായി മനുഷ്യവർഗത്തിനെതിരെ ഒരു വലിയ ആരോപണം ഉന്നയിക്കുന്നു. ആദ്യം പുറജാതികളുടെ ലോകത്തോടാണ് അത് ഉന്നയിച്ചത്. തുടർന്ന് എല്ലാവർക്കും അത് ബാധകമാണ്. എന്തായിരുന്നു ആരോപണം? ദൈവത്തിൻ്റെ ക്രോധം സ്വർഗത്തിൽ നിന്ന് മനുഷ്യകുലത്തിൻ്റെ മേൽ വരുന്നു. എന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ ക്രോധം ഇപ്രകാരം കടന്നു വരാൻ ഇടവരുന്നത്? കാരണം ദൈവത്തിൻ്റെ സത്യത്തെ മനുഷ്യർ തടഞ്ഞു നിർത്തുന്നു, അനീതി കൊണ്ടും അഭക്തി കൊണ്ടും. അതിൻ്റെ അനന്തരഫലങ്ങൾ വളരെ ഭയാനകമാണ്. ദൈവത്തിൻ്റെ സത്യം വെളിച്ചം തടഞ്ഞു നിർത്തിയ മനുഷ്യൻ്റെ ബുദ്ധിക്കും ചിന്തകൾക്കും ആത്മീയതയ്ക്കും ദൈവഭക്തിക്കും എല്ലാം സംഭവിച്ച സാരമായ തകർച്ചകൾ. ഇതിന് വ്യക്തമായി തെളിവ് സഹിതമാണ് അവതരിപ്പിച്ചത്. ദൈവത്തിൻ്റെ ക്രോധം മനുഷ്യകുലത്തിലേക്ക് വരുവാൻ ന്യായമായിട്ടുള്ള കാരണങ്ങൾ 24, 26, 28 വാക്യങ്ങൾ, 3 വാക്യങ്ങൾ. 1-ാം അധ്യായ റോമാലേഖനം ഒരു ഭയാനകമായൊരവസ്ഥയെ കാണിച്ചു തന്നു. ദൈവം മനുഷ്യകുലത്തെ കൈവിടുകയാണ്. ദൈവം മനുഷ്യരെ കൈവിടുന്നു. കാരണം മനുഷ്യർ ദൈവത്തെ ആരാധിച്ച് ബഹുമാനിച്ച് വാഴ്ത്തുന്നതിന് പകരം അവർ മെനഞ്ഞെടുത്ത കൈകൊണ്ട് പണിതുയർത്തിയ വിഗ്രഹങ്ങൾ, സ്തംഭങ്ങൾ, സ്തൂപങ്ങൾ, ചിത്രങ്ങൾ ഇവിടെ മുമ്പിൽ കുമ്പിട്ട് കിടക്കുന്നു. ദൈവത്തിൻ്റെ സത്യത്തെ തള്ളിക്കളയുന്നു. ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാൻ തയ്യാറല്ല. ദൈവത്തെ ജീവിതത്തിൽ അവഗണിച്ച് കളയുന്നു. ദൈവത്തിൻ്റെ സത്യം ജീവിതത്തിൽ സ്വീകരിപ്പാൻ, പരിജ്ഞാനത്തിൽ ധരിപ്പാൻ ഇഷ്ടമല്ല. അതുകൊണ്ട് ദൈവം അവരെ കൈവിടുന്നതായിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു. വളരെ വ്യക്തമായ കാരണം, ദൈവം അവരെ കൈവിട്ടതിൻ്റെ വ്യക്തമായ കാരണം പൗലോസിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് അവതരിപ്പിച്ചു. ഇത് ദൈവത്തിൻ്റെ പ്രതികരണമാണ്. പലപ്പോഴും മനുഷ്യർ ചിന്തിക്കുന്നത് ദൈവത്തിൻ്റെ വചനത്തോടും ദൈവത്തോടും നാം പ്രകടിപ്പിക്കുന്ന അവസ്ഥകൾക്ക് ഒരിക്കലും ഒരു പ്രതികരണമൊന്നും ഉണ്ടാകില്ല. ദൈവം അതൊന്നും കാണില്ല, വകവയ്ക്കില്ല. അങ്ങനെയല്ല. ദൈവത്തിൻ്റെ വെളിച്ചം നമുക്ക് ദൈവം നൽകുമ്പോൾ, ദൈവം നമ്മളെ കൈ നീട്ടി വിളിക്കുമ്പോൾ, നമ്മൾ ആ കൈ തട്ടിമാറ്റിക്കഴിഞ്ഞാൽ തീർച്ചയായും അതിൻ്റെ പ്രതിഫലനമുണ്ടാകും. അതാണ് റോമലേഖനത്തിൽ വ്യക്തമായി കാണിച്ചു തരുന്നത്. ദൈവം മനുഷ്യനെ ഉപേക്ഷിച്ചു എന്നല്ല, ദൈവം അവനെ കൈവിട്ടു. എന്താണോ നാം ആഗ്രഹിച്ചത്, നമ്മുടെ ഹൃദയത്തിലെ മോഹം എന്താണോ അതിലേക്ക് നമ്മളെ കൈവിട്ടു. ദൈവത്തെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിച്ച് കുടിയിരുത്തുന്നതിന് പകരം നമ്മുടെ ഹൃദയത്തിലെ മോഹങ്ങൾക്കനുസരിച്ച് നാം ജീവിക്കാൻ തീരുമാനിക്കുമ്പോൾ ദൈവം നമ്മളെ ഉപേക്ഷിക്കും, കൈവിടും. ദൈവം നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട്, നോക്കുന്നുണ്ട്, കരുതുന്നുണ്ട്. എങ്കിലും ദൈവം നമ്മുടെ ജീവിതത്തിൽ പിന്നെ ഇടപെടില്ല. അതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചത്. മുടിയരാപത്തിൻ്റെ സംഭവത്തിലൂടെയും നമ്മൾ വ്യക്തമായി കണ്ടു കഴിഞ്ഞു. 24, 25 വാക്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് അടുത്ത് കാണാം. റോമലേഖനം 1-ാം അധ്യായം. അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഹൃദയങ്ങളിലെ മോഹങ്ങളിൽ സ്വന്തം ശരീരങ്ങളെ തമ്മിൽ അവമാനിക്കേണ്ടതിനെ അശുദ്ധിയിൽ ഏൽപ്പിച്ചു. ഇപ്പോൾ ദൈവം ഏൽപ്പിച്ചതിൻ്റെ അനന്തരഫലമാണ് സ്വന്തം ശരീരങ്ങളെ തമ്മിൽ അവമാനിക്കുന്ന അവസ്ഥയിലേക്ക് തരം താഴ്ന്നു. 25-ാം വാക്യം. ദൈവത്തിൻ്റെ സത്യം അവർ വ്യാജ്യമാക്കി മാറ്റിക്കളഞ്ഞു. സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭജിച്ച് ആരാധിച്ചു. എന്നിട്ട് ദൈവത്തെക്കുറിച്ച് പൗലോസ് അവൻ എന്നേക്കും വാഴ്ത്തപ്പെട്ടവനാമേൻ. ഇപ്പോൾ പൗലോസ് രണ്ട് ഉദാഹരണങ്ങൾ തെളിവുകളായിട്ട് നൽകുകയാണ് ദൈവത്തെ തള്ളിക്കളഞ്ഞതിൻ്റെ ഭവിഷ്യത്ത്, അല്ലെങ്കിൽ ദൈവം കൈവിട്ടതിൻ്റെ ലക്ഷണം. ദൈവം കൈവിട്ട ലക്ഷണം എന്താണ്? ഒന്നാമത്തെ അവസ്ഥ ധാർമ്മികമായിട്ട് അല്ലെങ്കിൽ ലൈംഗികമായ ദുർനടപ്പിലേക്ക് മനുഷ്യൻ അധംപതിക്കുകയാണ്. മനുഷ്യൻ ജഡത്തിൻ്റെ ഏറ്റവും തരം താഴ്ന്ന അവസ്ഥ ലൈംഗികത. അതിൽ ഏറ്റവും തരം താഴ്ന്ന അവസ്ഥയിലേക്ക് മനുഷ്യൻ നിബദിക്കുകയാണ്. ദൈവനെ കൈവിട്ടതിൻ്റെ ഏറ്റവും ലക്ഷണമാണ്. അതാണ് 24 മുതൽ 27 വരെ. തുടർന്ന് 28 മുതൽ 32 വരെ മറ്റൊരു തെളിവ് കാണിക്കുക. അത് പൊതുവായിട്ടുള്ള പാപങ്ങളെക്കുറിച്ചാണ്. അത് 28 മുതൽ 30. ഇന്നത്തെ പാഠത്ത് നമ്മൾ ചിന്തിക്കാൻ ആരംഭിക്കുന്നത് 24 മുതൽ 27 വരെ ഈ ലൈംഗികമായ തരം താഴ്ന്ന തകർച്ചയെക്കുറിച്ചാണ്. ദൈവം കൈവിട്ടതിൻ്റെ ലക്ഷണമാണ് ഒരു മനുഷ്യൻ ലൈംഗിക ജീവിതത്തിൽ തകരുന്നത്. ലൈംഗികമായ ദുർനടപ്പിൻ്റെയും വ്യഭിചാരത്തിൻ്റെയും എല്ലാ തരത്തിലുള്ള അതിക്രമങ്ങളുടെയും ലൈംഗികമായ അരാജകത്വത്തിൻ്റെയും പടുകുഴിയിലേക്ക് ചെന്ന് വീഴുന്നതിൻ്റെ അവസ്ഥ ദൈവം അവനെ കൈവിട്ടതിൻ്റെ ലക്ഷണമാണ്. ഇന്ന് ഭൂമിയിലുള്ള അനേക രാജ്യങ്ങൾ ഇതിന് തെളിവാണ്. ഈ പഠനത്തിൽ നമ്മൾ കാണാൻ പോകുന്നത് ചില കാര്യങ്ങൾ നമ്മളെ വേദനിപ്പിച്ചെന്ന് വരാം. കാരണം ശക്തമായി ഇടപെടുകയാണ്. ആരെയും മനഃപൂർവ്വം വേദനിപ്പിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടല്ല പൗലോസ് എഴുതുന്നത്, നമ്മൾ ഈ ക്ലാസ്സിൽ ഇത് അവതരിപ്പിക്കുന്നത്. കാരണം ദൈവത്തിൻ്റെ വചനം സംസാരിക്കുമ്പോൾ, പഠിപ്പിക്കുമ്പോൾ, ഉപദേശിക്കുമ്പോൾ മറച്ചു വയ്ക്കാൻ പറ്റില്ല. കാരണം അപ്പോസ്തലനായ പൗലോസ് പോലെ പ്രവൃത്തിയുടെ പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 20-27 വാക്യങ്ങൾ ഇപ്രകാരമാണ് പറഞ്ഞത്. പൗലോസിൻ്റെ വാക്കുകൾ കേൾക്കാം. പ്രയോജനമുള്ളതൊന്നും മറച്ചു വയ്ക്കാതെ പരസ്യമായി വീട് തോറും നിങ്ങളുടെ അറിയിക്കുകയും ഉപദേശിക്കുകയും ചെയ്തു. പ്രയോജനമുള്ളതൊന്നും അപ്പോസ്തലൻ മറച്ചു വയ്ക്കാൻ തയ്യാറില്ല.
27 വാക്യം, പ്രവൃത്തികൾ 20. ദൈവത്തിൻ്റെ ആലോചന ഒട്ടും മറച്ചു വയ്ക്കാതെ ഞാൻ മുഴുവനും അറിയിച്ചു തന്നിരിക്കുന്നുവല്ലോ. അതുകൊണ്ട് കേൾക്കുമ്പോൾ പ്രയാസവും വേദനയും സങ്കടവും തോന്നും, കർശനമാണ്, പരുഷമാണെന്ന് തോന്നും. പക്ഷെ സത്യമാണ്, വ്യക്തമായിട്ട് ദൈവം സംസാരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നോക്കാം, ഒന്നാമതായിട്ട് ദൈവം കൈവിട്ടതിൻ്റെ ഒന്നാമത്തെ സൂചന ലൈംഗിക സ്വഭാവങ്ങളുടെ വൈകൃതങ്ങൾ. 22 21 വാക്യങ്ങൾ നമ്മൾ പറഞ്ഞു വ്യക്തമായി. ജ്ഞാനികളെന്ന് പറഞ്ഞ് മൂഢരായിപ്പോയി, അക്ഷനായ ദൈവത്തിൻ്റെ തേജസ്സിനെ, ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവിടെ രൂപസാദൃശ്യം മാറ്റിക്കളഞ്ഞു എന്ന് 22 21 പറഞ്ഞതിന് ശേഷം 24 വാക്യത്തിലാണ് പറഞ്ഞത്, അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഹൃദയങ്ങളിലെ മോഹങ്ങളിൽ സ്വന്തം ശരീരങ്ങളെ തമ്മിൽ അവമാനിക്കേണ്ടതിന് അശുദ്ധിയിൽ ഏൽപ്പിച്ചു. അപ്പോൾ ഹൃദയത്തിനകത്ത് കുടികൊള്ളുന്ന മോഹമാണ് ഈ തരത്തിലുള്ള തരം താഴ്ന്ന ജീവിതത്തിലേക്ക് അവർ വീഴാൻ കാരണം. പുറമേ നിന്നുള്ള കാരണമല്ല. ഉള്ളിൻ്റെ ഉള്ളിൽ കൊണ്ടു നടന്ന മലിന മോഹങ്ങൾ നിമിത്തമാണ് ആ വ്യക്തി ഇപ്പോൾ ഇങ്ങനെ പെരുമാറിയത്. നമ്മളിപ്പോൾ പെരുമാറ്റം പുറത്ത് വന്നപ്പോഴാണ് കണ്ടത്. പക്ഷേ വർഷങ്ങളായി ഈ മനുഷ്യൻ്റെ ഉള്ളിൽ ഈ മലിനമായ മോഹങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ മോഹം എന്ന വാക്ക് ശക്തമായ ആഗ്രഹം, ഏതെങ്കിലും കാര്യത്തിന് വേണ്ടി, ഏതെങ്കിലും അനുഭവത്തിന് വേണ്ടിയുള്ള ശക്തമായ ആഗ്രഹം എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഹൃദയത്തിലെ മോഹം എന്ന് പറയുന്നത് നല്ല അർത്ഥത്തിൽ ഈ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ലൂക്കോസ് 22:15 കർത്താവ് യേശു പറഞ്ഞു, നിങ്ങളോടുകൂടി ഈ പെസഹ അനുഭവിപ്പാൻ ഞാൻ വാഞ്ചയോടെ ആഗ്രഹിച്ച് ഈ അവസാന പെസഹ ആചരിക്കുവാൻ. അതേ ആ വാക്ക് തന്നെയാണ്, ശക്തമായ ആഗ്രഹം. പക്ഷെ പൊതുവേ ഈ ഹൃദയത്തിലെ മോഹങ്ങളെന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നപ്പോഴും തിന്മയ്ക്ക് വേണ്ടിയുള്ള ശക്തമായ ആഗ്രഹത്തെക്കുറിച്ചാണ്. തിന്മയ്ക്ക് വേണ്ടി ഇവിടെ പറയുന്ന അശുദ്ധിയിൽ ദൈവം വരെ ഏൽപ്പിച്ചു എന്നാണ്. അശുദ്ധി എന്ന് പറഞ്ഞാൽ അഴുക്ക് പുരണ്ട ഒരവസ്ഥ, മലിനമായൊരവസ്ഥ. അത് ശാരീരികമാകാം, ആചാരപരമാകാം, ധാർമ്മികമാകാം. ഈ അഴുക്ക് അത് പുരണ്ടൊരവസ്ഥയിലേക്ക് മനുഷ്യനെ ദൈവം ഏൽപ്പിക്കുകയാണ്. കാരണം അതാണ് അവൻ്റെ ഉള്ളിലെ ആഗ്രഹം. അവനെ അഴുക്കാകണമെന്ന് ആഗ്രഹിക്കുന്നത് അവൻ്റെ പ്രത്യേക സുഖത്തിന് വേണ്ടി, ഒരു നേട്ടത്തിന് വേണ്ടി, ഒരു സന്തോഷത്തിന് വേണ്ടി, ഒരു ബന്ധത്തിന് വേണ്ടി അവൻ ആഴമായി ആഗ്രഹിച്ചു. അതവനെ അഴുക്ക് പുരട്ടുമെന്ന് അറിഞ്ഞിട്ടും അവനത് ആഗ്രഹിച്ചു. ദൈവം അവൻ്റെ ഉള്ളിൽ ആഗ്രഹം കിടക്കുന്നതുകൊണ്ട് അവനെ അതിലേക്ക് അങ്ങ് വിട്ടു. ഇപ്പോൾ ഇവിടെ പൗലോസ് പ്രത്യേകിച്ച് ഉദ്ദേശിക്കുന്നത് ധാർമ്മികമായ മലിനതയെക്കുറിച്ചാണ്. ധാർമ്മിക മലിനത ഒരു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ ലൈംഗികമായ അശുദ്ധി എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പം മനുഷ്യൻ ദൈവത്തെ ഉപേക്ഷിക്കുമ്പോൾ, ദൈവത്തിൽ നിന്ന് മനുഷ്യൻ വിടവാങ്ങുമ്പോൾ എല്ലാ ആത്മിക നിയന്ത്രണവും അച്ചടക്കവും തകരും. പിന്നെ അച്ചടക്കമില്ല, നിയന്ത്രണമില്ല. അതിൻ്റെ അങ്ങനെ തരം താഴ്ന്നു പോയ, തകർന്നു വീഴുന്ന സമൂഹങ്ങളുടെ ചില ലക്ഷണങ്ങൾ നോക്കിയാൽ ദൈവം ഉപേക്ഷിച്ച, ദൈവത്താൽ ഉപേക്ഷിക്കപ്പെട്ട ഈ ദൈവത്തെ തള്ളിക്കളഞ്ഞ സമൂഹങ്ങൾ, അച്ചടക്കവും നിയന്ത്രണവും എല്ലാം തകർന്നവർ. അവിടെ ഒന്നാമത്തെ തെളിവ് അവർക്ക് ഈ ലൈംഗികമായ താല്പര്യങ്ങൾക്കുള്ള ആഗ്രഹം വർദ്ധിച്ച് വരും. ചുറ്റുപാടും അവിടെ എല്ലാ കാര്യങ്ങളും ലൈംഗിക ചുവയുള്ളതായിരിക്കും. ലൈംഗികമായ കാര്യങ്ങൾക്ക് വേണ്ടി എല്ലാം ക്രമീകരിക്കപ്പെട്ടതായിരിക്കും. രണ്ടാമത് ലൈംഗിക സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള മുറവിളി ഉണ്ടാകും. നിയന്ത്രണങ്ങൾ അവരിഷ്ടപ്പെടില്ല. ആരുമായിട്ട് ബന്ധപ്പെടാം. ഒരുമിച്ച് 25 പേര് കൂടിയാൽ അവർ പരസ്പരം ഭാര്യ ഭർത്താക്കന്മാർ വെച്ച് മാറും. സെക്ഷൽ ഫ്രീഡത്തിന് വേണ്ടിയുള്ള നിലവിളി, അത് ദൈവം തള്ളിക്കളഞ്ഞതിൻ്റെ മറ്റു സൂചനയാണ്. മൂന്നാമത് ലൈംഗിക ക്രമരാഹിത്യം. ലൈംഗികമായ ക്രമരാഹിത്യം, കുഞ്ഞുങ്ങളെന്നില്ല, പ്രായമെന്നില്ല, വാർദ്ധക്യത്തിലെത്തിയവരെന്നില്ല, എല്ലാ വ്യക്തികളെയും കാണുന്നത് ലൈംഗിക വസ്തുക്കളെ മാത്രമായിട്ടാണ്. ആ തരത്തിലുള്ളൊരവസ്ഥ. അപ്പോൾ ഇവിടെ നമ്മൾ കാണാൻ സാധിക്കും, റോമൻ സമൂഹം ഇക്കാര്യത്തിൽ വളരെ പേര് കേട്ടവരാണ്. വ്യക്തിപരമായി ഓരോരുത്തരുടെ ഹൃദയങ്ങളിൽ ഇങ്ങനെയുള്ളൊരു മോഹം വല്ലാതെ കൂടിക്കൊണ്ടിരുന്നു. അത് അവരുടെ നാട്ടിൽ വളരെ വ്യാപകമായിരുന്നു. ലൈംഗിക ബന്ധത്തിന് വേണ്ടിയുള്ള മോഹങ്ങൾ എല്ലാവരെയും കാണുന്നത് അതിനുവേണ്ടി മാത്രമാണ്. 25 ഭർത്താക്കന്മാരെ വെച്ച് മാറിയ, 36 ഭാര്യമാരെ വെച്ച് മാറിയ ജീവിതങ്ങളാണ്, കുടുംബങ്ങളാണ്. കുടുംബബന്ധം ശിഥിലമായി കിടക്കുന്നൊരു സമൂഹം. ഇപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ച് നമുക്ക് മനസ്സിലാകും. 24 വാക്യത്തിലെ മുമ്പിലും താഴെയും, 23 വാക്യത്തിൽ, 25 വാക്യത്തിൽ വിഗ്രഹാരാധനയാണ് കാണുന്നത്. വിഗ്രഹാരാധനയെക്കുറിച്ച് പറഞ്ഞിട്ടാണ് 23-ലും 25-ലും പറഞ്ഞിട്ട് 24 വാക്യത്തിൽ ഈ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞു. എന്താണ് അതിൻ്റെ കാരണം? അന്നത്തെ റോമൻ സമൂഹത്തിലുള്ളതായ ദേവന്മാരുടെയും ദേവതകളുടെയും ക്ഷേത്രങ്ങൾ, ഇവിടെ പുരുഷവേശ്യകളും സ്ത്രീവേശ്യകളും സർവ്വസാധാരണമാണ്. അത് ക്ഷേത്രാരാധനയിൽ മാത്രമല്ല, ഭവനങ്ങളിൽ പോലും വ്യഭിചാരം വല്ലാതെ വ്യാപരിച്ചിരിക്കുന്ന ഒരു കാലമാണ്, ഒരു നഗരമാണ് റോം. അപ്പോൾ ആ ഒരു പശ്ചാത്തലം, വിഗ്രഹാരാധനയോട് ബന്ധപ്പെട്ട് വ്യഭിചാരം, ദുർനടപ്പ്, ലൈംഗിക ക്രമരാഹിത്യം വളരെയധികം വ്യാപിച്ചു കിടന്നൊരു അന്തരീക്ഷം.
ദൈവം കൈവിട്ടതിൻ്റെ ഏറ്റവും വലിയ സൂചനയാണ്. തിരുവെഴുത്ത് എന്താണ് ഇതിനെക്കുറിച്ച് പറയുന്നത്? തിരുവെഴുത്തിൻ്റെ ശാസന കേൾക്കാം. ഈ തരത്തിലുള്ള പ്രജാതികളുടെ സ്വഭാവ രീതികൾ ദൈവഹിതത്തിന് വിരോധമാണ്, ദൈവഹിതത്തിന് വിരോധമായിട്ടുള്ളതാണ്. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം ദൈവം പഴയ നിയമം കൊടുക്കുമ്പോൾ 7ാമത്തെ കൽപ്പനയായി ദൈവം പറഞ്ഞു, വ്യഭിചാരം ചെയ്യരുത്. പുറപ്പാട് 20:14 വ്യഭിചാരം ചെയ്യരുത്. റോമലേഖനം 13:9 പൗലോസ് അപ്പോസ്തലൻ അത് ഓർമ്മപ്പെടുത്തി സംസാരിക്കും. വ്യഭിചാരം ചെയ്യരുത്, കൊല ചെയ്യരുത്, മോഷ്ടിക്കരുത്, മോഹിക്കരുത് എന്നുള്ള ഏത് കൽപ്പനയും കൂട്ടുകാരനെ നിന്നെപ്പോലെ സ്നേഹിക്കുന്ന വലുത്ത് സംക്ഷേപിച്ചിരിക്കുന്നു. പുറപ്പാട് പുസ്തകത്തെ തുടർന്നുള്ള അധ്യായങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ഈ അടിസ്ഥാന കൽപ്പനയെ വികസിപ്പിച്ചിരിക്കുന്ന കാണാം. ലൈംഗിക പാപങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായ ചിത്രം ദൈവം കൊടുത്തു. ലേവ്യാപുസ്തകം 18-ാം അധ്യായം 6 മുതൽ 23 വരെ. പഴയ നിയമത്തിൽ ഈ ലൈംഗിക ബന്ധങ്ങൾ, അതായത് ദൈവം അനുവദിച്ച വിവാഹബന്ധത്തിനും പുറത്ത് എന്ന് പറയാൻ കാരണം ദൈവം അനുവദിക്കാത്ത പല വിവാഹബന്ധങ്ങൾ ലോകത്തിലുണ്ട്, ദൈവം അനുവദിച്ചിട്ടില്ലാത്തത്. ഉദാഹരണത്തിന് മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 11-ാം വാക്യം. മർക്കോസ് 10:11 ഇങ്ങനെ പറയും, അവൻ അവരോട്, ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുത്തി വിവാഹം കഴിക്കുന്നവൻ അവൾക്ക് വിരോധമായി വ്യഭിചാരം ചെയ്യുന്നു. സ്ത്രീയും ഭർത്താവിനെ ഉപേക്ഷിച്ച് മറ്റൊരുത്തരുമായി വിവാഹം കഴിഞ്ഞാൽ വ്യഭിചാരം ചെയ്യുന്നു പറഞ്ഞു. ഇത് ദൈവം അനുവദിച്ച വിവാഹബന്ധമല്ല, ദൈവം ഒരിക്കലും അത് അനുവദിച്ചിട്ടില്ല. ആവർത്തന പുസ്തകം 22-ാം അധ്യായം, ആവർത്തന പുസ്തകത്തിൻ്റെ 22-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യത്തിലും നമുക്കിത് കാണാൻ സാധിക്കും. ആവർത്തന പുസ്തകം 22-ാം അധ്യായം അതിൻ്റെ 22-ാമത്തെ വാക്യം. ഇവിടെ പറയുന്നത്, ഒരു പുരുഷൻ്റെ ഭാര്യയായ സ്ത്രീയോടുകൂടെ ഒരുത്തൻ ശയിക്കുന്നത് കണ്ടാൽ സ്ത്രീയോടുകൂടെ ശയിച്ച പുരുഷനും സ്ത്രീയും ഇരുവരും മരണശിക്ഷ അനുഭവിക്കണം. ഇങ്ങനെ ഇസ്രായേലിൽ നിന്ന് ദോഷം നീക്കിക്കളയണം. ആ രാജ്യത്തിൻ്റെ ദോഷമാണിത്. അപ്പോൾ ഇവിടെ ലൈംഗികത എന്ന് പറയുന്നത് വളരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ കാണാറുള്ളൂ ബൈബിളിൽ. അതൊരു തരം പൊതിഞ്ഞു പറയുന്ന അവസ്ഥയാണ് അനേക പരിഭാഷകളിൽ. പക്ഷേ ദൈവം ശക്തമായി പറയുന്ന വിഷയമാണ്. സദൃശ്യവാക്യം 5-ാം അധ്യായം 1 മുതൽ 6 വരെ, സദൃശ്യവാക്യം 7-ാം അധ്യായം 6 മുതൽ 27 വരെ, ഉത്തമഗീതം എന്ന പുസ്തകം മുഴുവനും, ഇവിടെയെല്ലാം ഈ വിഷയം ദൈവം ശക്തമായി പ്രതിപാദിച്ചിരിക്കുന്നു. പല സമയത്തും ഈ വാക്ക്, ലൈംഗികത എന്ന വാക്കിനെ മൃദു പദപ്രയോഗം, അതായത് പൊതിഞ്ഞു പറയുന്ന രീതിയാണ്. അതിലൊരു രീതിയാണ് അറിഞ്ഞു എന്ന വാക്ക്. ആദാം ഹവ്വയെ അറിഞ്ഞു, ഹവ്വ ഗർഭിണിയായി. ഇവിടെ അറിഞ്ഞു എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു. ഉൽപ്പത്തി 4:1, ലൂക്കോസ് 1:34, മത്തായി 1:25. ഇവിടെ എല്ലാ വിധത്തിലാണ് ഈ ലൈംഗിക ബന്ധത്തെ പരാമർശിച്ചത്. മറ്റു ചില രീതികളിൽ അവർ തമ്മിൽ ചേർന്നു, അല്ലെങ്കിൽ ഒരു ദേഹമായി മാറി. ഈ തരത്തിലുള്ള പ്രയോഗങ്ങളാണ് ഉൽപ്പത്തി 2:24, മത്തായി 19:5, എഫേസ്യർ 5:31. പുതിയ നിയമത്തിൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ലൈംഗികത ദൈവവചനപ്രകാരമുള്ള, തിരുവെഴുത്ത് പ്രകാരമുള്ള വിവാഹ ബന്ധത്തിൽ അത് ദൈവം അനുവദിച്ചതാണ്. ദൈവം അതിനെ അനുവദിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എബ്രായ ലേഖനം 13-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യത്തിൽ എബ്രായ ലേഖൻ പറഞ്ഞത് ഇങ്ങനെയാണ്. എബ്രായ ലേഖനം 13:4, വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്ക നിർമ്മലവുമായിരിക്കട്ടെ, എന്നാൽ ദുർനടപ്പുകാരെയും വ്യഭിചാരികളെ ദൈവം വിധിക്കും. 1 കൊരിന്ത്യർ 7-ാം അധ്യായത്തിൻ്റെ 2 മുതൽ 5 വാക്യങ്ങളിലും നമുക്ക് കാണാം, എങ്കിലും ദുർനടപ്പ് നിമിത്തം ഓരോരുത്തരും സ്വന്തം ഭാര്യയും ഓരോരുത്തർക്ക് സ്വന്തം ഭർത്താവും ഉണ്ടായിരിക്കട്ടെ. ഭർത്താവ് ഭാര്യയ്ക്കും ഭാര്യ ഭർത്താവിനും കടപ്പെട്ടിരിക്കുന്നത് ചെയ്യട്ടെ. ഭാര്യയുടെ ശരീരത്തിന്മേൽ അവൾക്കല്ല ഭർത്താവിന് എത്ര അധികാരമുള്ളത്, അങ്ങനെ ഭർത്താവിൻ്റെ ശരീരത്തിന്മേൽ അവനല്ല ഭാര്യയ്ക്ക് എത്ര അധികാരം. പ്രാർത്ഥനയ്ക്ക് അവസരമുണ്ടാകാൻ ഒരു സമയത്തേക്ക് പരസ്പര സമ്മതത്തോടെ അല്ലാതെ തമ്മിൽ വേർപെട്ടിരിക്കരുത്. വളരെ വ്യക്തമായി തന്നെ ദൈവത്തിൻ്റെ ഹിതം ഇവിടെ വ്യക്തമാണ്. നിങ്ങളുടെ അതീന്ദ്രിയത്വം നിമിത്തം സാത്താൻ നിങ്ങളെ പരീക്ഷിക്കാതിരിക്കുന്നതിന് വീണ്ടും ചേർന്നിരിപ്പീൻ എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ദൈവം അനുവദിച്ച വിവാഹബന്ധത്തിന് പുറത്ത് ദൈവത്തിൻ്റെ ഈ പദ്ധതികൾക്കും ദൈവത്തിൻ്റെ ക്രമത്തിനും വിരോധമായിട്ടുള്ള ബന്ധമാണ്. അത് ലൈംഗിക അതിക്രമമാണ്. വിവാഹം കഴിച്ചിട്ടില്ലാത്ത 2 വ്യക്തികൾ തമ്മിലുള്ള ലൈംഗിക ബന്ധം, അത് ദുർനടപ്പ് എന്ന് ബൈബിൾ പരാമർശിക്കുന്നു. അത് തെറ്റാണ്, പാപമാണ്, ദുർനടപ്പാണ്. വിവാഹം കഴിച്ച ഒരു വ്യക്തി വിവാഹം കഴിച്ചിട്ടില്ലാത്ത മറ്റൊരു വ്യക്തിയുമായിട്ട് ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ, തൻ്റെ ഭാര്യ അല്ലാത്ത ഒരു പുരുഷനോ സ്ത്രീയുമായി ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ അതിനെ വ്യഭിചാരം എന്ന് വിളിക്കുന്നു. അപ്പം ദുർനടപ്പെന്ന വാക്കും വ്യഭിചാരം എന്ന വാക്കും മൊത്തത്തിൽ ലൈംഗിക പാപങ്ങളെ പരാമർശിക്കാൻ ഉപയോഗിക്കുന്നു. ചിലപ്പോൾ 2 വാക്കുകൾ ഒരു പശ്ചാത്തലം ഉപയോഗിച്ചെന്ന് വരാം. രണ്ടും പാപങ്ങളാണ്. അതായത് വിവാഹം കഴിച്ചിട്ടില്ലാത്ത വ്യക്തികൾ തമ്മിലുള്ള ബന്ധം, ഒരു വ്യക്തി വിവാഹം കഴിച്ച് മറ്റേ വ്യക്തി തൻ്റെ ഭാര്യ അല്ലാത്ത ഭർത്താവല്ലാത്തൊരു മനുഷ്യനും ഒരാളുമായിട്ട് ബന്ധപ്പെടുന്നു, അതിന് വ്യഭിചാരം എന്ന് വിളിക്കുന്നു. റോമലേഖനം 7-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഈ വിഷയത്തെക്കുറിച്ച് പറയാൻ ഉപയോഗിച്ച ഒരു വാക്യമാണ് റോമർ 7:3.
ഇവിടെ പൗലോസ് പറയുന്നത്, ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ അവൾ വേറെ പുരുഷനായാൽ വ്യഭിചാരിണി എന്ന് പേർ വരും. ഭർത്താവ് മരിച്ചുവെങ്കിലോ അവൾ വേറെ പുരുഷനായാൽ വ്യഭിചാരിണി എന്ന് വരാതെ വണ്ണം ന്യായപ്രമാണത്തിൽ നിന്ന് സ്വതന്ത്രയാകുന്നു. കാരണം വിവാഹത്തിൻ്റെതായ പ്രമാണമുണ്ട്, അതിൽ നിന്ന് അവൾ സ്വതന്ത്രയാണ്, കാരണം തൻ്റെ ഭാര്യയോ ഭർത്താവോ മരിച്ചുപോയി. അപ്പോൾ ഇങ്ങനെയുള്ള അനവധി വാക്യങ്ങൾ ബൈബിളിൽ കാണാൻ സാധിക്കും. ഈ ലൈംഗിക പാപങ്ങളെക്കുറിച്ച് വളരെ ശക്തമായി ദൈവം ശാസിക്കുന്ന ഭാഗങ്ങൾ ലൂക്കോസ് 16-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ അവിടെ നമുക്ക് വായിക്കാൻ കഴിയുന്നത് ഇങ്ങനെയാണ്. ലൂക്കോസ് 16:18 അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, നമുക്ക് വായിച്ച് കേൾക്കാം. അവിടെ പറയുന്നത്, ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുത്തി വിവാഹം കഴിക്കുന്നവൻ എല്ലാം വ്യഭിചാരം ചെയ്യുന്നു, ഭർത്താവ് ഉപേക്ഷിച്ച് വിവാഹം കഴിക്കുന്നതിന് വ്യഭിചാരം ചെയ്യുന്നു. പ്രവൃത്തിയുടെ പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ പുറജാതികളിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്നവർക്ക് വേണ്ടി കാര്യങ്ങൾ തീരുമാനിക്കാൻ കൗൺസിൽ കൂടുമ്പോൾ അവസാനം അവർ തീരുമാനിച്ചത് ഇങ്ങനെയാണ്. 15-ന്റെ 20-ാം വാക്യത്തിൽ, പരസംഗം, ശ്വാസം മുട്ടിച്ചത്തത്, വിഗ്രഹമാലിന്യങ്ങൾ എന്നിവ വർജിപ്പാൻ നാം അവർക്ക് എഴുതണം. പരസംഗത്തിൽ വിട്ടു നിൽക്കാൻ എഴുതണം. ഗലാത്യർ 5:10-21 വരെയും വ്യക്തമായി ജഡത്തിൻ്റെ പ്രവൃത്തികൾ, ദുർനടപ്പ്, വ്യഭിചാരം എന്ന് കാണിച്ചിരിക്കുന്നു. തെസ്സലോനിക്കർക്ക് ലേഖനത്തിൻ്റെ 1-ാം ലേഖനത്തിൻ്റെ 4-ാം അധ്യായം അതിൻ്റെ 2-5 വാക്യങ്ങളിൽ പൗലോസ് തെസ്സലോനിക്കയിലുള്ള വിശുദ്ധന്മാർക്ക് വേണ്ടി എഴുതുമ്പോൾ അവരോട് ഇപ്രകാരം പറഞ്ഞു. 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം അതിൻ്റെ 2-5 വാക്യങ്ങളിൽ അവിടെ 1 തെസ്സലോനിക്കർ 4-ാം അധ്യായത്തിൻ്റെ 2-5 വരെ നമ്മൾ കാണാൻ കഴിയുന്നതും, ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. 3 മുതൽ, നിങ്ങൾ ദുർനടപ്പ് വിട്ടൊഴിഞ്ഞ് ഓരോരുത്തൻ ദൈവത്തെ അറിയാത്ത ജാതികളെ പോലെ കാമവികാരത്തിലല്ല, വിശുദ്ധീകരണത്തിലും മാനത്തിലും താന്താൻ്റെ പാത്രത്തെ നേടിക്കൊള്ളട്ടെ. ഭാര്യ ഭർത്താവ് തമ്മിലുള്ള ലൈംഗിക ബന്ധത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇത് വളരെ ഗുരുതരമായ അവസ്ഥയാണ്. പൗലോസിൻ്റെ കാലഘട്ടത്തിൽ ഇതൊരു സൂചനയാണ്. ദൈവത്തിൽ നിന്ന് സമൂഹം അകന്നുപോയതിൻ്റെ ഏറ്റവും വലിയ സൂചനയാണ് ആ നാട്ടിലെ ലൈംഗിക അവസ്ഥകൾ. ശ്രദ്ധിച്ചാൽ മതി. മനുഷ്യരുടെ ലൈംഗിക താല്പര്യങ്ങളും അതിനുവേണ്ടി നിയന്ത്രണമില്ലാത്ത ബന്ധങ്ങളും ഒക്കെ ശ്രദ്ധിച്ചാൽ മതി. അത് ആ നാട്ടിൽ ദൈവം അവരെ ഉപേക്ഷിച്ചതിൻ്റെ സൂചനയാണ്. ലൈംഗിക അതിക്രമങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ചുറ്റുമുള്ള അവസ്ഥ എന്താണ്? നമ്മൾ വായിക്കുന്ന പുസ്തകങ്ങൾ, കാണുന്ന നമ്മുടെ തിയേറ്ററുകളിലും ടി വിയിലും വരുന്ന സിനിമകൾ, ടി വിയിലെ മറ്റ് ഷോകൾ, ബാക്കി എല്ലാ തമാശ എന്ന രീതിയിൽ അവതരിപ്പിക്കപ്പെടുന്ന കാര്യങ്ങൾ, ഇത് നമ്മൾ കേൾക്കുന്ന പല പാട്ടുകളിൽ പോലും ലൈംഗിക ചുവയുള്ളതാണ്. നമ്മുടെ സമൂഹത്തിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഈ ലൈംഗിക അവസ്ഥയാണ്. എല്ലാ ബന്ധങ്ങളും ലൈംഗികതയ്ക്ക് വേണ്ടി മാത്രമുള്ളതാണ് എന്ന നിലയിലായിരിക്കുകയാണ്. വിവാഹത്തിന് പുറത്തുള്ള ലൈംഗിക ബന്ധം പലർക്കും അത് സാധാരണ സംഭവം, സ്വാഭാവികം, പ്രതീക്ഷിച്ചത്, വളരെയധികം ആഗ്രഹിക്കത്തക്കത്, ആ ഒരു അനുഭവം ഉണ്ടാകണമെന്ന് നിർബന്ധം പിടിക്കുന്നത് ഈ അവസ്ഥയിലായിരിക്കുകയാണ്. കല്യാണത്തിന് മുമ്പ് പരസ്പരമുള്ള ലൈംഗിക ബന്ധത്തിൽ ആരോടെങ്കിലുമൊക്കെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ലെങ്കിൽ ആ യുവതി യുവാവിന് എന്തോ കുഴപ്പമുണ്ടെന്ന് വരെ ചിന്തിക്കുന്ന കാലമാണ്. വിവാഹത്തിന് മുമ്പുള്ള മിക്ക പെൺകുട്ടികളും ആൺകുട്ടികളും പലതവണ പലരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട അവസ്ഥയിലാണിന്ന്. കോളേജുകളിലും മറ്റ് പലയിടങ്ങളിലും പഠിക്കുന്ന പെൺകുട്ടികളും ആൺകുട്ടികളും ഉൾപ്പെടെ ഈ ഒരു അവസ്ഥയാണ് ഈ സമൂഹത്തിലുള്ളത്. ഒരുമിച്ച് താമസിക്കുക, ലിവിങ് ടുഗദർ എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു പേരിൽ അവതരിപ്പിക്കുന്നു, വിവാഹത്തിൻ്റെ പ്രക്രിയയുടെ ഒരു ഭാഗമായിട്ട്. പക്ഷെ അവർ ആ ബന്ധത്തിൽ ഒരു കമ്മിറ്റ്മെൻറ്റ്, ഒരു ആഴമേറിയ പ്രതിബദ്ധതയും ആ 2 പേർ തമ്മിലുണ്ടാകില്ല. വിവാഹത്തിന് മുമ്പ് എല്ലാ അനുഭവങ്ങളും അനുഭവിച്ചതിന് ശേഷം പിന്നെ വിവാഹബന്ധത്തിൽ ഒരു സന്തോഷവും ഉണ്ടാകില്ല. സംശയം മാത്രം കുടുംബ ബന്ധത്തിൽ നിലനിൽക്കും. അധികം താമസിയാതെ വേർപിരിയും. പത്രോസിൻ്റെ യൂദയുടെയും വാക്ക് നമ്മൾ ഉപയോഗിച്ചാൽ ഈ അവസ്ഥയെക്കുറിച്ച് പറയാൻ പത്രോസും യൂദായും വളരെ പണ്ട് തന്നെ, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പത്രോസ് യൂദ ഇവരെക്കുറിച്ച് പറഞ്ഞ അവസ്ഥ എന്താണ്? പത്രോസിന് 2-ാം ലേഖനം 2:12, യൂദയുടെ ലേഖനം 10-ാം വാക്യം, ബുദ്ധിയില്ലാത്ത ജന്തുക്കളെ പോലെ, ബുദ്ധിയില്ലാത്ത മൃഗങ്ങളെ പോലെ പെരുമാറുന്നു. പട്ടിക്കും പൂച്ചയ്ക്കും പിന്നെയും ബോധമുണ്ട്, അതുപോലുമില്ലാത്ത തരത്തിൽ പെരുമാറുന്ന അവസ്ഥ, ബുദ്ധിയില്ലാത്ത ജന്തുക്കളെ പോലെ. ഇതാണ് ലോകം. ദൈവം കൈവിട്ടതിൻ്റെ സൂചന, ദൈവത്തെ ഉപേക്ഷിച്ചതിൻ്റെ പ്രതിഫലനം. തുടരാൻ നമുക്ക് അടുത്ത ദിവസം കൂടുതൽ കാര്യങ്ങളിലേക്ക് ഈ വിഷയം മനസ്സിലാക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. താങ്ക് യു.